തൊടുപുഴയിൽ ഹൃദ്രോഗിയെ ഡിവൈഎസ്പി മർദ്ദിക്കുകയും ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്തതായി പരാതി. മലങ്കര സ്വദേശി മുരളീധരനെ മുഖത്തടിച്ചുവെന്നും വയർലെസ് എടുത്ത് എറിഞ്ഞുവെന്നുമാണ് പരാതി. മുരളീധരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദിക്കുന്നത് കണ്ടതായി മുരളീധരനൊപ്പമുണ്ടായിരുന്നയാളും പറഞ്ഞു. തൊടുപുഴയില് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡിവൈഎസ്പി സാറ് വയർലെസ് ഇല്ലേ, അത് വെച്ച് എന്റെ നെഞ്ചത്തേക്ക് എറിഞ്ഞു. ചെവിക്കലിന് ഒരു അടിയും തന്നു. ഈ നിൽക്കുന്ന സന്തോഷം പെരുമ്പള്ളിച്ചിറയുള്ള ഒരു ശിവദാസൻ ചേട്ടനും ഞങ്ങളെ മൂന്നിനെയാണ് ഇദ്ദേഹം വിളിച്ച് ഇവിടെ വരുത്തി ഈ സംഭവം ചെയ്തത്. എന്നെ മർദ്ദിച്ചത്. ഇതാണ് ഒരു ഡിവൈഎസ്പിയിൽ നിന്നും എന്നെ പോലെയുള്ള സാധാരണക്കാരന് കിട്ടുന്ന ഒരനുഭവം. നിലവിൽ ഞാൻ ബൈപ്പാസ് സർജറി ചെയ്താണ്. എൻ്റെ നെഞ്ചത്തെ ചവിട്ടിക്കൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര വേദനയൊക്കെ ഉണ്ട്. ഞാനിപ്പം താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പോവാണ്. അതേസമയം ആരോപണം ഡിവൈഎസ്പി നിഷേധിച്ചു. വിവരങ്ങളുമായി സാഗർ ചേരുന്നു. സാഗർ, എന്ത് കാരണത്തിനാണ് മർദ്ദിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്ന് രാവിലെ ആയിരുന്നു തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതായത് തൊടുപുഴ SNDP യൂണിയനിൽപ്പെട്ട വനിതാ നേതാവിനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അപവാദ പ്രചരണം നടത്തി എന്നാരോപിച്ച് തൊടുപുഴ യൂണിയൻ SNDP യൂണിയൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാനാണ് ഈ മുരളീധരനോടും മറ്റ് 3 പേരോടും തൊടുപുഴ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ എത്തുവാൻ ഡിവൈഎസ്പി ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് മുരളീധരനും മറ്റ് 3 പേരും തൊടുപുഴ സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. മറ്റ് 3 പേരും ഇനി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അപവാദ പ്രചരണങ്ങൾ നടത്തുകയില്ല എന്ന് പോലീസിന് ഉറപ്പ് നൽകി. എന്നാൽ മുരളീധരൻ തനിക്ക് 1.5 ലക്ഷം രൂപ SNDP യൂണിയനിൽ നിന്നും പല വർഷങ്ങളിൽ ആയി കിട്ടാനുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതിനും മറ്റു ഇനത്തിൽ 1.5 ലക്ഷം രൂപ കിട്ടുവാനുണ്ട്. ഇത് കിട്ടും വരെ ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുമെന്ന് പോലീസിനോട് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായാണ് തൊടുപുഴ ഡിവൈഎസ്പി ഇദ്ദേഹത്തെ, ഈ മുരളീധരനെ വയർലെസ് സെറ്റ് കൊണ്ട് അടിക്കുകയും ബൂട്ടിട്ട് നെഞ്ചത്ത് ചവിട്ടുകയും മുഖത്തിൽ അടിക്കുകയും ചെയ്തതായി ഇയാൾ ആരോപിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന സന്തോഷം ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഡിവൈഎസ്പി ഇത്തരം മർദ്ദനം ചെയ്തതാണെന്നാണ് സന്തോഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ലെന്ന് തൊടുപുഴ ഡിവൈഎസ്പി പറയുന്നു. മുരളീധരൻ ഓഫീസിലെത്തി ഡിവൈഎസ്പി ഓഫീസിലെത്തി കസേരയും മറ്റും വലിച്ചെറിയുകയും ഇയാളാണ് ബഹളം ഉണ്ടാക്കിയെന്നാണ് ഡിവൈഎസ്പി പറയുന്നത്. അതോടെ മറ്റു ഉദ്യോഗസ്ഥരോട് ഇയാളെ പിടിച്ചുകൊണ്ട് പോകാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. മർദ്ദിച്ചിട്ടില്ലെന്നാണ് തൊടുപുഴ ഡിവൈഎസ്പി പറയുന്നത്. എന്തായാലും മുരളീധരൻ ഡിവൈഎസ്പി മർദ്ദിച്ചു എന്നുള്ള പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇദ്ദേഹം ഇടുക്കി എസ്പിക്കും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ്. കോടതിയെ സമീപിക്കുമെന്നും ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ശരി, മലങ്കര സ്വദേശി മുരളീധരനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹൃദ്രോഗിയാണ് താൻ, തന്നെ ഡിവൈഎസ്പി ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. അതേസമയം ആ പരാതി നിഷേധിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി.